വർഷങ്ങൾ പഴക്കമുള്ള എത്രയോ ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷെ ഇത്തവണ നമ്മൾ വന്നത് പതിവിന് വിപരീതമായി ഒരു പുതിയ ക്ഷേത്രത്തെ പരിചയപ്പെടുത്താനാണ്. പുതിയതെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രം പുതുക്കി പണിതൊന്നും കരുതല്ലേ. ഇത് സംഭവം ശരിക്കും ഒരു അത്ഭുതം തന്നെയാ. എന്താണെന്നോ, സാധാരണ നമ്മൾ കേരളത്തില് അമ്പലത്തിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ മഹാദേവന്റെ ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം, ദേവീ ക്ഷേത്രം എന്നൊക്കെയല്ലേ പറയാറ്. പിന്നെ ഉപദേവതകളും ഉണ്ടാവും. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെയല്ല. ഈ ക്ഷേത്രത്തിൽ 3 പ്രധാന പ്രതിഷ്ഠകളുണ്ട്. ശ്രീ ആദിപരാശക്തി ശിവകുടുംബം, അതിൽ ശിവൻ, പത്നി പാർവതിയും അവരുടെ 6 മക്കളും, ശ്രീ മഹാവിഷ്ണു, അദ്ദേഹത്തിന്റെ 2 പത്നിമാരായ ഭൂദേവി, ശ്രീദേവി എന്നിവരോടൊപ്പം നവഗ്രഹങ്ങൾ, സപ്തമാതാക്കൾ, മൂലഗണപതി എന്നീ 15 ഉപദേവതകളും, കൃഷ്ണൻ, കാലഭൈരവൻ, ഗോമാതാവ്, ഭദ്രകാളി, ഷൺമുഖൻ, മഹാകാളി, വൈഷ്ണവി ദേവി, ചന്ദ്രൻ, ആദിത്യൻ, കൂടാതെ വീരഭദ്രൻ, കാലഭൈരവൻ, പഞ്ചമുഖ ഹനുമാൻ, സപ്തമാതൃകകൾ, വൈഷ്ണവി ദേവി, രാധാകൃഷ്ണ വിഗ്രഹം തുടങ്ങി അനേകം ദേവതകളും ഉപദേവതകളും നവഗ്രഹങ്ങളും ഒക്കെയുണ്ട്. ചെന്നിറങ്ങുമ്പോൾ തലയുയർത്തി നിൽക്കുന്ന ഗോപുരം കണ്ടാൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഒരു രൂപമാതൃകയൊക്കെ തോന്നുമെങ്കിലും ഉള്ളിലെ പ്രതിഷ്ഠകൾക്ക് ഒരു വടക്കേ ഇന്ത്യൻ ചായ ഉള്ളതുപോലെയാണ് തോന്നാറ്. സത്യത്തിൽ വടക്കൻ ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യാ ശൈലികളുടെ സംയോജനമാണ് ഈ ക്ഷേത്രം. അതുല്യമായ മാർബിൾ വിഗ്രഹങ്ങൾ, ഭംഗിയുള്ള മരപ്പണികൾ, ശിലാ കൊത്തുപണികൾ മുതലായവ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിൽ 3 പ്രധാന ദേവതകൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്നുവെന്ന അസാധാരണമായൊരു സവിശേഷതയുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രാധാകൃഷ്ണ വിഗ്രഹം തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. ദ്വാരകയിലെ ഇതിന് സമാനമായ മാർബിൾ രാധാകൃഷ്ണ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള ഗോമാതാവും ത്രിപുരസുന്ദരിയും ഒക്കെ ഇത്തരത്തിൽ അധികമെങ്ങും കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത പ്രതിഷ്ഠകളാണ്. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പുതിയ ക്ഷേത്രമെന്ന്, അതിന്റെ കാര്യം പറയാം. 2016 സംഭവം. അന്ന് ആദ്യമായി ചൊവ്വരയിൽ ഒരു അഷ്ടമംഗല പ്രശ്നം നടത്തി. ചൊവ്വര ആദിപരാശക്തി ക്ഷേത്രം കുടികൊള്ളുന്ന നിലവിലെ ഭൂമിയിൽ ദേവിയുടെയും മറ്റ് ദേവതകളുടെയും ദിവ്യ സാന്നിധ്യം ഉണ്ടെന്നും അവിടെ പുരാതന ഋഷിമാർ ആരാധിച്ചിരുന്നതായും കണ്ടെത്തി. ദേവിയുടെയും മറ്റ് ദേവതകളുടെയും അനുഗ്രഹം ഭക്തർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഡൈനാമിക് ഡിവൈൻ ടെമ്പിൾ ട്രസ്റ്റ് എന്ന കൂട്ടായ്മയുടെ ഭാരവാഹികളോട് ഇവിടെ ഒരു ക്ഷേത്രം പണിയാൻ ദേവപ്രശ്നത്തിൽ ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ഏതാണ്ട് 7 ഏക്കറിൽ എല്ലാ പ്രതിഷ്ഠകളും ഉൾക്കൊള്ളിച്ച ഇത്രയും വലിയൊരു ക്ഷേത്രം പണിയുകയും ചെയ്തത്. ഇനി ഇത്രയും വലിയൊരു ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയണ്ടേ? കേരളത്തിലെ ആലുവയുടെ ഹൃദയഭാഗത്ത് 7 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലത്താണ് ശക്തി രൂപേണ ആദിപരാശക്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശാന്തമായ അന്തരീക്ഷമാണെങ്കിലും ക്ഷേത്രത്തിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാം. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് വെറും 6.3 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത്. ഇനി ഇവിടുത്തെ പൂജകളുടെയും വഴിപാടുകളുടെയും കാര്യമാണെങ്കിൽ ഒരു ദിവസം 100-ലധികം വ്യത്യസ്ത പൂജകളാണ് നടക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ ക്ഷേത്രത്തിന് 3 ശ്രീകോവിലും 3 കൊടിമരങ്ങളും ഉണ്ട്. വേറെ എത്രയെടുത്ത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ പല ദിവസങ്ങളിലായി എടുത്ത വിഷ്വൽസും എന്നെയുമായിരിക്കും കാണുന്നുണ്ടാവുക. അതിനൊരു കാരണമേ ഉള്ളൂ, ഇത് ഞങ്ങൾ സ്ഥിരമായി വരുന്ന ക്ഷേത്രമാണ്. ഒപ്പം പകർത്തിയാലും പറഞ്ഞാലും തീരാത്തത്രയും അധികം കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ളത്. മിക്ക ദിവസവും വരുമ്പോഴും അന്നദാനം ഉണ്ടാകും, വഴിപാട് പായസവും ഉണ്ടാകും. പിന്നെ ഇവിടെയുള്ള കുറച്ച് നല്ല അടിപൊളി മനുഷ്യരും ഉണ്ടാകും. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന കുറച്ചധികം ആളുകൾ. 10 അമ്പലങ്ങൾ ഒരുമിച്ച് പോകുന്ന സംതൃപ്തിയാണ് ഇവിടെ ഒരിടത്തേക്ക് വരുന്നത്. ഉള്ളിൽ നിറയെ കൃഷ്ണ തുളസിയും ചെത്തിയും പേരറിയാത്ത കുറേയധികം പൂക്കളും ചെടികളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും ഒക്കെ തൊഴാൻ ഇവിടേക്ക് സ്ഥിരം വരാറുണ്ട് ഞങ്ങൾ. എപ്പോ വന്നാലും കൗതുകകരമായ പുതിയ എന്തെങ്കിലും ഒരു കാര്യം കണ്ണിൽപ്പെടും. അതും വീഡിയോയിൽ പകർത്തും. അങ്ങനെ പകർത്തിയും പറഞ്ഞും നാളുകളൊക്കെ നല്ലോണം നീണ്ടുപോയി. ഇനിയും ഉണ്ട് പറയാതെ വിട്ട കുറേയധികം കാര്യങ്ങൾ. അത് പക്ഷേ നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടറിയണം. സമയമുള്ളപ്പോൾ ഇവിടേക്ക് വന്നോളൂ കേട്ടോ. ഒരായുസിന്റെ സകല വഴിപാടുകളും പ്രാർത്ഥനകളും ഇവിടെ നടത്താം. ഒപ്പം കേരളത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമോ എന്ന് ചെറുതായെങ്കിലും ഒന്ന് അതിശയിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് യുവർ ഒപ്പീനിയൻ. താങ്ക് യു.